എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ സ്വച്ഛതാ പക്കോട ക്യാമ്പയിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നാളിതുവരെ നേതൃത്വം നൽകി കഴിഞ്ഞു. തുടർന്നുള്ള ദിവസങ്ങളിലും വിവിധ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കൂടുതൽ സജീവമാവേണ്ടതുണ്ട്. ആയതുകൊണ്ട് തന്നെ മാർച്ച് മാസം 5-ാം തീയതി വ്യാഴാഴ്ച അങ്കണവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഈ സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവസാനം വരെ കൃത്യമായി കാണുക, അതെല്ലാം തന്നെ പ്രാവർത്തികമാക്കുക. നമ്മൾ 5-ാം തീയതി നടത്താൻ പോകുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനത്തിൽ പ്രീ സ്കൂൾ കുട്ടികളെയാണ് കൂടുതൽ പങ്കാളികളാക്കേണ്ടത്. അവരുടെ രക്ഷിതാക്കളെയും നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. വിഷയം എന്ന് പറയുന്നത് അങ്കണവാടികളിലെ മാലിന്യം വേർതിരിക്കലും മാലിന്യമുക്ത അങ്കണവാടിയും. ഇതാണ് നമ്മളുടെ ലക്ഷ്യം. അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ പരിപാടിയാണ് നമ്മൾ സംഘടിപ്പിക്കേണ്ടത്. ഒപ്പം തന്നെ ആ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളത് കൂടെ കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കണം. അങ്കണവാടിയിൽ തന്നെ കുട്ടികൾക്ക് ശുചിത്വ ശീലങ്ങൾ വളർത്തുന്നതിനായി മാലിന്യം വേർതിരിക്കൽ നിർബന്ധമായി നടപ്പിലാക്കണം. അങ്കണവാടിയിലും പരിസരങ്ങളിലൊക്കെ ഒരുപാട് മാലിന്യങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ തന്നെ കൃത്യമായി നമ്മൾ കളക്ട് ചെയ്തെടുത്ത് അതിനെ വേർതിരിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായും ചെയ്യേണ്ട കർത്തവ്യം. അതിൽ തന്നെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട രൂപമാണ് ഇനി ആവർത്തിക്കുന്നത്. മാലിന്യങ്ങൾ പ്രധാനമായിട്ടും 3 തരത്തിൽ വേർതിരിക്കാമെന്നുള്ളത് കൃത്യമായി അവരെ ബോധവൽക്കരിക്കുക. പച്ച ബിന്നിലും നീല ബിന്നിലും ചുവന്ന ബിന്നിലും അങ്ങനെ 3 ബിന്നുകളാക്കി ഇതിനെ തരംതിരിക്കണം. അതിൽ പച്ച ബിന്നിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിക്കേണ്ടത്? ജൈവ മാലിന്യം, അതായത് ഭക്ഷ്യ അവശിഷ്ടങ്ങൾ, പഴം, പച്ചക്കറി, ഇവയുടെ തൊലികൾ, ഇലകൾ തുടങ്ങിയ കാര്യങ്ങളാണ് പച്ച ബിന്നിൽ ജൈവ മാലിന്യമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്നുള്ളത് പ്രീ സ്കൂൾ കുട്ടികളോട് പഠിപ്പിച്ചു കൊടുക്കുക. നീല ബിൻ, അതിൽ അജൈവ മാലിന്യങ്ങളാണ് ഉൾക്കൊള്ളിക്കേണ്ടത്. പ്ലാസ്റ്റിക് കുപ്പികൾ, പേപ്പർ, കവർ തുടങ്ങിയവ നിക്ഷേപിക്കേണ്ടത് നീല ബിന്നിലാണ് എന്നുള്ളത് കൂടെ ഓർമ്മിപ്പിക്കുക. ചുവപ്പ് ബിൻ, ആപത്തുകാരി മാലിന്യമായിട്ടുള്ള അവശിഷ്ടങ്ങളാണ് അതിലേക്ക് ഉൾപ്പെടുത്തേണ്ടത്. അതായത് ബ്ലേഡ്, പൊട്ടിയ ഗ്ലാസ്, ഉപയോഗശൂന്യമായിട്ടുള്ള മരുന്നുകൾ തുടങ്ങിയവ നിക്ഷേപിക്കേണ്ട ബിന്നാണ് ചുവന്ന ബിന്ന്. എന്നിങ്ങനെ 3 തരത്തിലുള്ള ബിന്നുകളെക്കുറിച്ച് പഠിപ്പിക്കുകയും അതെല്ലാം തന്നെ ഉദാഹരണം എന്നുള്ള രീതിയിൽ ടീച്ചേഴ്സിന് അവരിലേക്ക് നേരിട്ട് തന്നെ കാണിച്ചു കൊടുക്കാവുന്നതുമാണ്. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ ബിന്നിലും വ്യക്തമായ ലേബൽ പതിപ്പിച്ചെടുക്കണം. എന്നിട്ട് ലേബൽ ഒട്ടിച്ചതിന് ശേഷം അതിൽ പച്ച ബിന്ന്, നീല ബിന്ന്, ചുവപ്പ് ബിന്ന് എന്നുള്ള ലേബലാണ് അതിലേക്ക് പതിപ്പിക്കേണ്ടത്. കുട്ടികൾക്ക് കളിയിലൂടെയും ചിത്രങ്ങളിലൂടെയും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുക. ദിവസേന മാലിന്യം ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാധാന്യം കൂടെ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. പ്ലാസ്റ്റിക് ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നുള്ളത് കൂടെ അവരിലേക്ക് പങ്കുവെക്കുക. മാലിന്യമുക്ത അങ്കണവാടി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യമായി അറിഞ്ഞിരിക്കുക. മാലിന്യമുക്ത അങ്കണവാടി എന്നത് ശുചിത്വം പാലിക്കുന്നതും പരിസ്ഥിതി സൗഹൃദമായ രീതികൾ പിന്തുടരുന്നതുമായ അങ്കണവാടികളെയാണ് ഇത്തരത്തിൽ മാലിന്യമുക്ത അങ്കണവാടി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലേക്ക് എത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു എയിമിലേക്ക് നമ്മൾ എത്തുന്നതിന് വേണ്ടി ചെയ്യേണ്ട പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഈ വിവരിക്കുന്നത്. കൃത്യമായി അറിയുക. പരിസരം ദിവസേന വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശീലം വർദ്ധിപ്പിക്കുക. ജൈവ മാലിന്യങ്ങളിൽ നിന്ന് കമ്പോസ്റ്റ് നിർമ്മിക്കുക. പച്ചക്കറി തോട്ടം, കിച്ചൺ ഗാർഡൻ തുടങ്ങുക. പ്ലാസ്റ്റിക് നിരോധനം നടപ്പാക്കുക. മഴവെള്ള ശേഖരണം പ്രോത്സാഹിപ്പിക്കുക. ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് മാലിന്യമുക്ത അങ്കണവാടി ആവുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അന്നത്തെ ദിവസം ചെയ്ത് പൂർത്തിയാക്കണമെന്നല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ സെഷനിൽ ഒരു പ്രവർത്തനം നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ടീച്ചേഴ്സും ഹെൽപ്പേഴ്സ് എല്ലാവരും കൂടെ അങ്കണവാടിയിൽ ഏതെങ്കിലും ഭാഗത്ത് പാച്ച് വർക്ക് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് വൈറ്റ് വാഷ് അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ വിഷയം ഒരുപാട് ടീച്ചേഴ്സിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ എങ്ങനെയാണ് പെയിൻ്റ് അടിക്കുക, അതിന് പെയിൻ്റ് എവിടെ, ബ്രഷ് എവിടെ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ടീച്ചേഴ്സ് ചോദിക്കുന്നത്. നമ്മൾ ആവർത്തിച്ച് പറയുന്നത് ഇതാണ്. ഇതെല്ലാം ഒരു ബോധവൽക്കരണ പരിപാടികളാണ്. ഇതെല്ലാം കുട്ടികളെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ വിഷയം അവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ നിങ്ങൾ കാശ് കയ്യിൽ നിന്ന് എടുത്ത് പെയിൻറ്റ് വാങ്ങി ബ്രഷ് വാങ്ങി അങ്കണവാടി മുഴുവൻ വൈറ്റ് വാഷ് ചെയ്യണം എന്നുള്ളതല്ല നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കൃത്യമായി മനസ്സിലാക്കുക. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈ സ്വച്ഛതാ ക്യാമ്പയിൻ്റെ ഭാഗമായിക്കൊണ്ട് ശുചിത്വമാണ് മെയിൻ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് കുട്ടികളിലേക്ക് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ എത്തിക്കേണ്ടത് എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ മാതൃകയാണ് നിങ്ങൾ കാണിക്കേണ്ടത്. ചെയ്യാൻ പറ്റുന്നവർക്ക് അത് ചെയ്യാം, നല്ല കാര്യമാണ്. അല്ലെങ്കിൽ അതൊരു മാതൃകയാക്കുന്നതിന് വേണ്ടി കുട്ടികളിലേക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. ആദ്യം തന്നെ പറഞ്ഞു, നമ്മളെ തലക്കെട്ട് തന്നെ അതാണ്, ശുചിത്വമാണ് മെയിൻ. സ്വച്ഛതാ പക്കോട എന്ന് പറയുന്നത് ഒരു ക്യാമ്പയിനാണ്. അതായത് ശുചിത്വം എല്ലായിടത്തും എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മാതൃകകളാണ് നിങ്ങൾ കാണിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയവും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. മാലിന്യമുക്ത അങ്കണവാടിക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് നമ്മൾ പോയിന്റുകളായിട്ട് വിവരിച്ചത്.
അതിൽ പരിസരം ദിവസേന വൃത്തിയാക്കുന്നതും ജൈവ മാലിന്യങ്ങളിൽ നിന്നും കമ്പോസ്റ്റ് നിർമ്മിക്കുന്നതും പച്ചക്കറി തോട്ടം കിച്ചൺ ഗാർഡൻ തുടങ്ങുന്നതും പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കുന്നതും മഴവെള്ള ശേഖരണം പ്രോത്സാഹിപ്പിക്കുന്നതും ഇതൊക്കെ തന്നെ മാലിന്യമുക്തമായിട്ടുള്ള ഒരു അംഗനവാടി നമ്മൾക്കുണ്ടാവണം എന്നുള്ള ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രീ സ്കൂൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അംഗനവാടി എന്ന് പറയുന്നത് കുട്ടികൾക്ക് ശുചിത്വ ശീലങ്ങൾ വളർത്തിക്കൊടുക്കേണ്ട ഒരു ആദ്യത്തെ സ്ഥാപനം കൂടിയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിക്കുന്നത്. അല്ലാതെ ഇതെല്ലാം അധിക ചുമതലയായിട്ടോ അല്ലെങ്കിൽ നമ്മൾ പ്രീ സ്കൂൾ ആക്ടിവിറ്റികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന പ്രവർത്തനങ്ങളൊന്നും തന്നെയല്ല. ഇതെല്ലാം തന്നെ ആവർത്തിച്ച് പറയുകയാണ്, കുട്ടികൾക്ക് ശുചിത്വ ശീലങ്ങൾ വളർത്തിക്കൊടുക്കേണ്ട സ്ഥാപനമായതുകൊണ്ട് തന്നെ, അതിനും എടുത്തു പറയേണ്ടതുണ്ട് ആദ്യ സ്ഥാപനമായതുകൊണ്ട് തന്നെ ഇതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പാടുള്ളതല്ല. മാലിന്യം വേർതിരിക്കലും പരിസര ശുചിത്വം പ്ലാസ്റ്റിക് ഒഴിവാക്കൽ എന്നിവ വഴി മാലിന്യമുക്ത അംഗനവാടി നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. ഇത് കുട്ടികളിൽ നല്ല ശീലവും പരിസ്ഥിതി സംരക്ഷണ ബോധവും വളർത്താൻ സാധിക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ശുചിത്വം നമ്മുടെ ഉത്തരവാദിത്തമാണ്. ചെറിയ ശീലങ്ങൾ വലിയ മാറ്റങ്ങൾക്കിത് കാരണമാവുന്നു. നന്ദി.